ഹായ്, എൻ്റെ പേര് സാമ്രാട്ട്. ഞാൻ 2019-23 ബാച്ചാണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചത് എസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആണ്, തിരുവല്ല, ട്രിവാൻഡ്രം. എനിക്കെല്ലാം അറിയാം, ഞാൻ വലിയ സാറാണ്, അങ്ങനെയൊന്നുമില്ല. എനിക്ക് അത്യാവശ്യം അറിയാം, എന്നാ പഠിച്ച് എങ്ങനെ ജയിക്കാം എന്നുള്ളതറിയാം. അപ്പം അത് ഞാൻ എൻ്റെ മാക്സിമം വൃത്തിയായിട്ട് പറഞ്ഞുതരാം. പിന്നെ മോമെന്നല്ല, ഏതൊരു സബ്ജക്റ്റ് ആണെങ്കിലും ഇതിപ്പം 2019 വെച്ച് ഇപ്പം തന്നെ ഏതാണ്ട് മിക്ക സബ്ജക്റ്റിനും ഏതാണ്ട് 5 ക്വസ്റ്റ്യൻ പേപ്പറോളം ഇറങ്ങിയിട്ടുണ്ട്. 5 ക്വസ്റ്റ്യൻ പേപ്പറോളം നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ എടുക്കാൻ പറ്റും. അപ്പം ഏത് സബ്ജക്റ്റ് ആണെങ്കിലും നിങ്ങൾ അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. ഇപ്പം നമുക്ക് ഒരു കാര്യം കൂടെ, നമുക്കിപ്പം 2015 സ്കീം എടുക്കുകയാണെങ്കിൽ അവർക്ക് പാർട്ട് എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. ഇതിനകത്ത് ഓറൊന്നുമില്ല. അപ്പം നമുക്ക് അങ്ങനത്തെ സീനൊന്നുമില്ല. നമുക്കിപ്പം ഓരോ മോഡ്യൂളിലും ഓറുണ്ട്. അപ്പം പാർട്ട് എ 3 മാർക്കിൻ്റെ ഒരു 10 ക്വസ്റ്റ്യൻസ്, ഓരോ മോഡ്യൂളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ വെച്ച്. അത് തിയറി പാർട്ടും ആകാം, അതിലേക്ക് ഞാൻ പിന്നെ വരാം. പക്ഷേ പാർട്ട് ബി എന്ന് പറയുമ്പം അതിൻ്റെ അകത്ത് പാർട്ട് ബിക്കകത്ത് തന്നെ പാർട്ട് എ ഓറും ഉണ്ട്, പാർട്ട് ബി ഓറും ഉണ്ട്. ഏതെങ്കിലും പാർട്ട് എയിലെ ടോപ്പിക്ക് അല്ലെങ്കിൽ പാർട്ട് ബിയിലെ ടോപ്പിക്ക്, ഈ 2 ടോപ്പിക്കിൽ ഏതെങ്കിലും ഓരോ മോഡ്യൂളിൽ നിന്ന് ഒരു ടോപ്പിക്ക് വീതം കവർ ചെയ്തിട്ട് പോയാൽ തന്നെ നമുക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്കതിനുള്ള മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇതാണ് ഒരു ചെറിയ ലോജിക്ക്. ഓക്കെ, അപ്പം നിങ്ങൾ ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേയും അതിൻ്റെ പ്രീവിയസ് ഇയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ സകലം എടുക്കുക. അതായത് ഇൻക്ലൂഡിങ് സിലബസിൻ്റെ അകത്തും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നിരിക്കും, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറായിട്ട്. സിലബസിലെ ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ച് കട്ടിയാണ്, അത് നോക്കണ്ട, അതിൻ്റെ ആവശ്യമില്ല, അങ്ങനെ വിചാരിക്കല്ലേ. ആ ക്വസ്റ്റ്യൻ പേപ്പറും എടുക്കണം, സിലബസിലെ ക്വസ്റ്റ്യൻ പേപ്പറും എടുക്കണം. അത് കഴിഞ്ഞിട്ട് ഓരോന്ന് റെഗുലറിന് ചോദിച്ചത് കാണാം, ഇമ്പ്രൂവ്മെൻറ്റിന് ചോദിച്ച് കാണാം, സ്പെഷ്യൽ സപ്ലൈ ആയിട്ട് ചോദിച്ച് കാണാം. അപ്പോൾ അങ്ങനെ ഒരെണ്ണം പോലും വിടാതെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. ഇതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. നമ്മൾ എത്രത്തോളം നമ്മൾ സബ്ജക്റ്റ് പഠിക്കുന്നത് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുന്നതിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം, ഏതൊരു സബ്ജക്റ്റ് ആണെങ്കിലും, മാത്രമല്ല. അപ്പം അങ്ങനെ എടുത്തിട്ട് ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും നോക്കുക. അതിൻ്റെ അകത്ത് ഇപ്പം പാർട്ട് എക്കകത്ത് വരാം. പാർട്ട് എക്കകത്ത് ഓരോ മോഡ്യൂളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ കാണുമല്ലേ, അതിനെ മോഡ്യൂൾ വൈസ് നിങ്ങളൊരു നോട്ടയിലോ അല്ല റഫായിട്ടൊന്ന് എഴുതുക. മോഡ്യൂൾ വൈസ് പാർട്ട് എയിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഇന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ് എഴുതുക. അതിനുശേഷം അതിൻ്റെ ബി പാർട്ട് വരിക. ബി പാർട്ടിൻ്റെ അകത്ത് ചോദിച്ചിരിക്കുന്ന ചോദ്യം നിങ്ങളങ്ങനെ മാർക്ക് ചെയ്യുക. അങ്ങനെ നിങ്ങൾ ഒരു 5 ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ എടുക്കാൻ നേരത്ത് മോഡ്യൂൾ 1 ഇതൊക്കെയാണ്, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഓരോ വർഷം ചോദിച്ചിരിക്കുന്നത്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യന് ഇങ്ങനെ ടിക്ക് മാർക്ക് ഇട്ടേക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇന്ന ക്വസ്റ്റ്യൻ ഒരുപാട്. അപ്പോൾ ഒരുപാട് ടിക്ക് വരുന്നത് എന്തോന്നാവും, ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇത്രയും ബേസിക്കായിട്ട് പറയുന്നത്, നിങ്ങൾ അങ്ങനെ അനലൈസ് ചെയ്ത് കഴിയുമ്പം നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻ്റെ ഇമ്പോർട്ടൻസ് കിട്ടും. ഇന്ന ക്വസ്റ്റ്യൻ ഇത്രയും തവണ ചോദിച്ചിട്ടുണ്ട്, ചില ക്വസ്റ്റ്യനൊക്കെ 5-6 തവണയൊക്കെ ടിക്ക് വരും. അപ്പം ഇത്രയും തവണയൊക്കെ ചോദിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അപ്പോൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിനാദ്യം സേഫ് ആക്കുക, കാരണം അതൊക്കെ ഇനിയും ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ അതേപോലെ തന്നെ പാർട്ട് ബിക്കകത്ത് നിങ്ങൾ അങ്ങനെ നോക്കി കഴിയുവാണെങ്കിൽ അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് സെയിം ക്വസ്റ്റ്യൻ ആയിരിക്കും, ജസ്റ്റ് വാല്യൂ മാത്രമായിട്ട് മാറ്റിയിടുക, അല്ലെങ്കിൽ സെയിം പാറ്റേൺ ആയിരിക്കാം. അങ്ങനെയൊക്കെ പറഞ്ഞ് പാർട്ട് ബിയിലും പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസ് അങ്ങനെ ചോദിക്കും. മാത്സിലൊക്കെ ഒരുപാട് അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ഇത് പ്രോബ്ലമാറ്റിക് ഡ്രോയിങ് പോലത്തെ സബ്ജക്റ്റ് ആണ്. ഇതിൻ്റെ അകത്ത് തിയറി പാർട്ട്, അതിൻ്റെ അകത്തും അങ്ങനെ ചോദിക്കാം. അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. അപ്പം ഞാൻ പറഞ്ഞത് മോഡ്യൂൾ വൈസ് എഴുതി ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിനെ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പം നിങ്ങൾക്ക് ഇന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന മോഡ്യൂളിൽ നിന്ന് ചോദിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ ഒരു സെൽഫ് സ്റ്റഡി ആയിട്ടുള്ള ഒരു നോളജ് വരും. അത് കിട്ടിക്കഴിഞ്ഞിട്ട് അത് വെച്ച് പഠിക്കുക. അപ്പം സിമ്പിളായിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. മോമിൻ്റെ ഏറ്റവും ഇസോട്ടൊന്നും ഞാൻ അറിയുമെന്ന് പറയില്ല, പക്ഷേ എനിക്കറിയാവുന്നത് ഞാൻ നല്ല വൃത്തിക്ക് പറഞ്ഞു തരാം. ഞാൻ അങ്ങനെയാണ് എൻ്റെ എക്സാം ഞാൻ ക്രാക്ക് ചെയ്തത്. എളുപ്പമാണ്. നമുക്ക് 5 മോഡ്യൂളാണല്ലോ ഉള്ളത്. 5 മോഡ്യൂളിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞല്ലോ അപ്പോഴേ, പാർട്ട് ബിയിൽ തന്നെ 2 സംഭവമുണ്ട്. ഒന്ന് പാർട്ട് എ ഓറും ഉണ്ട്, പാർട്ട് ബി ഓറും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും നമ്മൾ ഒരെണ്ണം പഠിച്ചാൽ തന്നെ നമുക്ക് എക്സാമിനത് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം 5th മോഡ്യൂളിൽ ഇപ്പം എടുക്കുവാണെങ്കിൽ 5th മോഡ്യൂളിൽ നമുക്കുള്ള ടോപ്പിക് എന്ന് പറഞ്ഞാൽ റൊട്ടേറ്റിംഗ് മാസ്, റെസിപ്രോക്കേറ്റിംഗ് മാസ്. ഈ 2 ടോപ്പിക്കുകളാണ് ഉള്ളത്. റൊട്ടേറ്റിംഗ് മാസ്, റെസിപ്രോക്കേറ്റിംഗ് മാസ്. ഏതെങ്കിലും ഒരെണ്ണം ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ തന്നെ നമുക്ക് ആ മോഡ്യൂളിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും.
പിന്നെ ഇതെന്താണ് എന്താണെന്നുള്ളത് വന്നിട്ട് ഞാൻ ഓരോ മോഡ്യൂളിൻ്റെയും ഇൻട്രൊഡക്ഷനിലായിട്ട് പറഞ്ഞു തരാം. ഇപ്പം ഓവറോളായിട്ട് പറയുമ്പോൾ ജനറലൈസ് ചെയ്ത് പറയാം. 5th മോഡ്യൂളിൽ നിന്നുള്ളത് റൊട്ടേറ്റിംഗ് മാസ്, റെസിപ്രോക്കേറ്റിംഗ് മാസ്. 4th മോഡ്യൂളിൽ നിന്നുള്ളത്, 4th മോഡ്യൂളിൽ പ്രത്യേകം പറയേണ്ട കാര്യം, 4th മോഡ്യൂൾ ഭയങ്കര എളുപ്പമാണ്. അതായത് സിലബസ് ഉൾപ്പെടെ ഉള്ള കഴിഞ്ഞ 6 ക്വസ്റ്റ്യൻ പേപ്പറിൽ, ഇപ്പം ഞാൻ എഴുതി വെച്ചും കൂടെ ചേർത്ത് 6 ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരേ ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ഒരേ ക്വസ്റ്റ്യൻ, ഒരു വ്യത്യാസമില്ല. ഒരേ ക്വസ്റ്റ്യൻ വാല്യൂസ് മാത്രം മാറ്റിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ആ ഒരു ക്വസ്റ്റ്യൻ കണ്ണും അടച്ച് പഠിച്ചുകൊണ്ട് പോയാൽ തന്നെ നിങ്ങൾക്ക് 4th മോഡ്യൂൾ അറ്റൻഡ് ചെയ്യാം. എൻ്റെ കൂട്ടുകാരൻ്റെ അനുഭവമുണ്ട്. പറഞ്ഞു കൊടുത്തിരുന്നു, അവനത് ഫോഴ്സ് ചെയ്ത് അത് തന്നെ പഠിച്ചുകൊണ്ട് പോകാമെന്ന് പറഞ്ഞ് പറഞ്ഞു കൊടുത്തിരുന്നു, പഠിച്ചുകൊണ്ട് വന്നു, അതേപടി അത് ചോദ്യം ചോദിച്ചു. സെയിം. ശരി, 4th മോഡ്യൂളിൽ നിന്ന് നമുക്ക് സ്ലൈഡർ ക്രാങ്ക് 4 ബാർ, ഇതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിലുള്ള ടോർക്ക് തന്നിട്ട് ഫോഴ്സ് തന്നിരിക്കും, ടോർക്ക് കണ്ടുപിടിക്കാൻ പറയും. ഇന്ന സൈഡിൽ ടോർക്കുണ്ട്, ഇവിടെയാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നതെന്ന് പറയും. അത് വെച്ച് ആ ടോർക്ക് കണ്ടുപിടിക്കാൻ പറയും. അതാണ് 4th മോഡ്യൂളിൽ നിന്ന് ചോദിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഓവറായിട്ട് ചോദിക്കുന്നത് ഗൈറോസ്കോപ്പ്. ഗൈറോസ്കോപ്പിൽ നിന്ന്, അതായത് പ്ലെയിന്, ഷിപ്പ്, കാറ്, ബൈക്ക്, അപ്പം ഈ 4 ഐറ്റത്തിൻ്റെയും കുറച്ച് സംഭവങ്ങളുണ്ട്. അത് പഠിച്ചു വെച്ചിട്ട് അതിൽ നിന്ന് ചോദ്യങ്ങൾ വരുവാണെങ്കിൽ നമ്മൾ ഏതാണോ, പ്ലെയിൻ ആണെങ്കിൽ പ്ലെയിനിൻ്റെ അടുത്തിട്ട്, ഷിപ്പാണെങ്കിൽ ഷിപ്പിൻ്റെ അടുത്തിട്ട് ആ ഒരു കോൺസെപ്റ്റ് വെച്ചാണ് നമ്മൾ ആ കണക്ക് ചെയ്യുന്നത്. ഏറ്റവും എളുപ്പം ഇതാണ്. അതുകൊണ്ട് ഇതാണ് ഞാൻ പഠിച്ചത്. റൊട്ടേറ്റിംഗ് മാസിൻ്റെ അകത്തുനിന്ന് നമുക്ക് ബാലൻസിങ് മാസിൻ്റെ കാര്യമാണ് ചോദിക്കുന്നത്. ബാലൻസിങ് മാസ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ബാലൻസിങ് ആണ് അത്, അപ്പം അതിൻ്റെ മാസ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഡിസ്റ്റൻസ്, അങ്ങനെ പറഞ്ഞ് ചോദിക്കുക. എല്ലാം ഒറ്റ എളുപ്പമുള്ള സംഭവമാണ് ഇത് റൊട്ടേറ്റിംഗ് മാസ്. ഒരുപാട് കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. അതേപോലെ തന്നെയാണ് ഇത് ഷുവറായിട്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. സ്ലൈഡർ ക്രാങ്ക് ആണ് എപ്പോഴും ചോദിക്കുന്നത്. സ്ലൈഡർ ക്രാങ്ക് എന്ന് പറഞ്ഞാൽ ഇതാണ് സ്ലൈഡർ ക്രാങ്ക്. ഇങ്ങനെയാണ് സ്ലൈഡർ ക്രാങ്ക് ഇരിക്കുന്നത്. ഇതൊരു പിസ്റ്റൺ, ഇതൊരു ക്രാങ്ക്, ഇതൊരു കണക്റ്റിംഗ് റോഡ് എന്നുള്ളൊരു സെറ്റപ്പാണ്. 4 ബാർ എന്ന് പറയുമ്പോൾ കാണാമല്ലോ, ഓക്കെ. 4 ബാർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ഇതാണ് 4 ബാർ. ഇവിടെ ഫിക്സഡ് ആയിരിക്കും. അപ്പം ഇതിൻ്റെ ഇവിടെ ടോർക്ക് കണ്ടുപിടിക്കാൻ പറയും. ഇവിടെ ഒരു ഫോഴ്സ് വന്നിട്ട് സ്ലൈഡർ ക്രാങ്ക് ആണെങ്കിൽ, നമ്മുടെ 4 ബാർ ആണെങ്കിൽ ഇവിടുത്തെ ടോർക്ക് കണ്ടുപിടിക്കുക, ഇവിടെ ഒരു ഫോഴ്സ് ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും അവർ ചോദിക്കുന്നത്. ഇത് വളരെ എളുപ്പമാണ്. 4th മോഡ്യൂൾ സിമ്പിളായിട്ട് പഠിക്കാവുന്നേ ഉള്ളൂ. കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ, സിമ്പിളായിട്ട് പഠിക്കുക. അത് പഠിച്ചിട്ട് അത് അങ്ങനെ പഠിച്ചുകൊണ്ട് പോയി എഴുതി വെച്ചാൽ തന്നെയും ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് 4th മോഡ്യൂൾ. ഭയങ്കര എളുപ്പമാണ് മോമിൽ 19 സ്കീം. ശരി, ഇനിയിപ്പം 5th 4th പറഞ്ഞല്ലോ ഒരു ഐഡിയ. 3rd മോഡ്യൂളിൻ്റെ അകത്ത് വന്നിട്ട് നമുക്ക് ഓറായിട്ടുള്ളത് സിന്തസിസ് ആണ്. 2 പോയിൻ്റ് സിന്തസിസ്, അങ്ങനെ ബ്ലാ 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 ആണ്. അതിൻ്റെ ഓവറായിട്ട് വരാൻ നമ്മൾ പഠിക്കാൻ പോകുന്നത് വന്നിട്ട് ഗിയറിൻ്റെ ചോദ്യം വരും, ഗിയർ ട്രെയിനിൻ്റെ ചോദ്യവും വരും. ഇവിടെ സ്ലൈഡർ ക്രാങ്ക് 4 ബാറും ഏത് വേണോ ചോദിക്കാമെന്ന് പറയുന്ന പോലെ ഗിയറും ഗിയർ ട്രെയിനും ഇവിടെ ചോദിച്ചേക്കാം. ചിലപ്പോൾ ഒന്നെങ്കിൽ ഗിയറിൽ നിന്നുള്ള ചോദ്യമായിരിക്കും, അല്ലെങ്കിൽ ഗിയർ ട്രെയിനിൽ നിന്നുള്ള ചോദ്യമായിരിക്കും. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഗിയർ ട്രെയിനിൽ നിന്ന് ചോദിക്കുന്നത് എപ്പിസൈക്ലിക് ഗിയർ ട്രെയിനും എല്ലാം തന്നിട്ട് അതിൻ്റെ കറങ്ങാൻ നേരത്ത് ഏറ്റവും ഔട്ടർ മോസ്റ്റ് ആയിട്ടിരിക്കുന്ന ഗിയർ എത്ര ഇതിൽ കറങ്ങും, ഏത് സ്പീഡിൽ കറങ്ങും എന്നുള്ളതായിരിക്കും ചോദ്യം. അതായത് ഇങ്ങനെ ഒരു സംഭവം തരും. ഇങ്ങനെ ഒരു സംഭവം തന്നിട്ട് ഇവിടെ ഒരു ഇങ്ങനെ ആമുള്ളതാണ്. ഇങ്ങനെ തന്നിട്ട് ഇത് എ, ഇത് ബി, ഇത് സി ആണെങ്കിൽ എ ക്ലോക്ക് വൈസിൽ ഇത്ര സ്പീഡിൽ കറങ്ങുവാണെങ്കിൽ സി എങ്ങോട്ട് കറങ്ങുക, സിൻ്റെ ഡയറക്ഷൻ എന്താണ്, അതിൻ്റെ സ്പീഡ് എത്രയാണ്, സ്പീഡ് ഉദ്ദേശിക്കുന്നത് ആർ പി എത്ര RPM കറങ്ങും എന്നുള്ളതാണ്. അങ്ങനത്തെ ചോദ്യമാണ് ഗിയർ ട്രെയിനിലെ ചോദ്യം. ഇത് ഒരു കോൺസെപ്റ്റ് മനസ്സിലായി കഴിഞ്ഞാൽ, ആ ബോക്സ് വരയ്ക്കുന്നത് മനസ്സിലായി കഴിഞ്ഞാൽ ഒരു ഡൗട്ടും ഇല്ലാതെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കണക്കാണ് ഗിയർ ട്രെയിൻ. നമ്മൾ ആദ്യം ഓർക്കും ഇതെങ്ങനെ ചെയ്യുക, അതെങ്ങനെ ചെയ്യുക, അങ്ങനെ പറഞ്ഞുകൊണ്ട്. പക്ഷെ അങ്ങനെയൊന്നുമില്ല. ഒരു 4 ഗിയർ സൈക്കിളുണ്ട്. ആ 4 ഗിയർ സൈക്കിൾ പറയുമ്പോഴത്തേക്കും തന്നെ ഏതാണ്ട് ഒരു ഐഡിയ കിട്ടും. ഇതിന് ഇങ്ങനെയാണ് എടുക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട്. ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നത് അതൊക്കെ ഓരോ മോഡ്യൂളിൻ്റെ തുടക്കത്തിൽ ഞാനത് പറഞ്ഞുതരും. ഇത് ജനറലൈസ് ചെയ്ത് കോമൺ ആയിട്ട് പറയാം, ഓക്കെ. അപ്പോൾ അങ്ങനെ ഗിയർ ട്രെയിനിൻ്റെ ഒരു ഇത്. പിന്നെ ഗിയറിൻ്റെ ഒരു ചോദ്യം. ഗിയറിൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് കോണ്ടാക്റ്റ് കണ്ടുപിടിക്കുക, ലെങ്ത് ഓഫ് പാത്ത് ഓഫ് കോണ്ടാക്റ്റ് കണ്ടുപിടിക്കുക, കോണ്ടാക്റ്റ് റേഷ്യോ കണ്ടുപിടിക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞ് ചോദിക്കുന്നതാണ് ഗിയർ. ഇത് വന്നിട്ട് ഒരു സെറ്റ് ഓഫ് ഇക്വേഷൻസ് ഉണ്ട്.
ഒരു സെറ്റ് ഓഫ് ഇക്വേഷൻസ്. ആ ഇക്വേഷൻസ് മാത്രം അറിഞ്ഞിരുന്നാൽ തന്നെ അത് ചുമ്മാ എടുത്ത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഓരോ സംഭവങ്ങളും കിട്ടും, അത് വെച്ച് ഓരോന്നും കണ്ടുപിടിക്കും. LPC എന്ന് പറഞ്ഞാൽ KP + PL ആണ്. അപ്പോൾ KP കണ്ടുപിടിക്കുക, PL കണ്ടുപിടിക്കുക, ഇത് പ്ലസ് ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന ഒരു സംഭവമാണ് ഗിയർ. ഇത് ചോദിച്ചാൽ എളുപ്പമാണ്, ഇത് ചോദിച്ചാൽ എളുപ്പമാണ്. ഇതെന്ന് പറയുമ്പോൾ കുറേ ഇക്വേഷൻസ് അറിഞ്ഞിരിക്കണം. ഇക്വേഷൻസ് ഒന്ന് മറന്നു പോയി കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് ചിലപ്പോൾ പോവും. പക്ഷേ ഗിയർ ട്രെയിൻ അങ്ങനെയല്ല, സിമ്പിളാണ്, ഈസി ആയിട്ട് സ്കോർ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പം ഇതൊരു സെറ്റ്. പിന്നെ സിന്തസിസ് എന്തോ അത് വേറെ 2 പോയിന്റ് 3 പോയിന്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എളുപ്പം ഇതാണ്. ഓക്കെ, ഇനി സെക്കൻഡ് മോഡ്യൂളിൽ ഞാൻ ഇതിൻ്റെ അകത്ത് മൊത്തം പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും ഞാൻ ഇതിൻ്റെ അകത്ത് പറയുക കോറിയോളിസ് കമ്പോണൻറ്റ് ഓഫ് അസലറേഷൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അസലറേഷൻ, കോറിയോളിസ് കമ്പോണൻറ്റ് ഓഫ് അസലറേഷൻ്റെ അകത്ത് ഇതെന്താണെന്ന് പറഞ്ഞ് ഒരു ഡെഫിനിഷൻ ചോദിക്കും. ഇതെങ്ങനെ ഒക്യൂർ ആകുന്നു എന്ന് പറഞ്ഞ്, ഇതൊക്കെ ഞാൻ എൻ്റെ കയ്യിലുണ്ട് സംഭവം, ഞാൻ പറഞ്ഞുതരാം. ഒക്യൂർ ആകുന്നെന്ന് പറഞ്ഞ് പറയും. ചെറിയൊരു ഡെറിവേഷൻ ചോദിക്കാം, അതിൻ്റെ ഡയറക്ഷൻ ചോദിക്കാം, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ചോദിക്കാം. അങ്ങനെ ഈ ഇത്രയും സംഭവങ്ങളേ ഉള്ളൂ. ഇത് ജസ്റ്റ് ഒരു പേജിൽ എഴുതിയാൽ തന്നെ ഇത്രയും വരത്തുള്ളൂ. മനസ്സിലായോ? അത്രേ ഉള്ള സംഭവമുള്ളൂ. അത് ജസ്റ്റ് നമ്മളൊന്ന് മനസ്സിലാക്കി ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ, അത് ചോദിച്ചു കഴിഞ്ഞാൽ അതിനടുത്ത് അങ്ങനെ എഴുതി വെച്ചാൽ മതി. ഡയറക്ഷൻ്റെ ഒരു 4 പടം ഇങ്ങനെ വരച്ചിട്ട് അതിൻ്റെ ഡയറക്ഷൻ കാണിക്കുന്നൊക്കെ ഉണ്ട്, ഇതിങ്ങോട്ട് അതങ്ങോട്ടെന്ന് പറഞ്ഞാൽ. അതൊക്കെ ഭയങ്കര സിമ്പിളാണ്. അപ്പം ഈ ഒരു ടോപ്പിക്ക് സെക്കൻഡ് മോഡ്യൂളിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർത്ത് മോഡ്യൂളിൽ തന്നെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന വേറൊരു ടോപ്പിക്കാണ് സെക്കൻഡ് മോഡ്യൂൾ. കാരണം ഇതിൻ്റെ അകത്ത് വേറൊരു സംഭവം കൂടെ ഉണ്ട്, ക്യാമിൻ്റെ അകത്ത് എനിക്ക് പറയാനുള്ളത്, ക്യാം വരയ്ക്കണമെങ്കിൽ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം എന്ന് പറഞ്ഞ സാധനം നമ്മൾ വരയ്ക്കണം. ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം 4 എണ്ണം ഉണ്ട്. ഓക്കെ, യൂണിഫോം വെലോസിറ്റി, സിമ്പിൾ ഹാർമോണിക് മോഷൻ അല്ലെങ്കിൽ SHM എന്ന് പറയും, യൂണിഫോം അസലറേഷൻ റിട്ടാർഡേഷൻ എന്ന് പറയും, പിന്നെ നമുക്ക് സൈക്ലോഡൽ മോഷൻ എന്ന് പറയും. ഇങ്ങനെ 4 എന്നാ പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം വരയ്ക്കാൻ പഠിക്കുക. അതിനൊപ്പം തന്നെ എന്തോന്നാണ് ക്യാം വരയ്ക്കുന്നത് വന്നിട്ട് നൈഫ് എഡ്ജ് ഫോളോവറിൻ്റെ വരയ്ക്കണം, റോളർ ഫോളോവറിൻ്റെ വരയ്ക്കണം. ഓഫ്സെറ്റ് ഉള്ളതുകൊണ്ട്, ഓഫ്സെറ്റ് ഇല്ലാത്തതുകൊണ്ട്. അപ്പം ഈ കോറിയോളിസ് കമ്പോണൻറ്റ് ഓഫ് അസലറേഷനും ഈ ക്യാമും വരയ്ക്കാൻ പഠിച്ചാൽ തന്നെ സെക്കൻഡ് മോഡ്യൂൾ സ്കോർ ചെയ്യാൻ പറ്റും. സെക്കൻഡും ഫോർത്തും വന്നിട്ട് വളരെ എളുപ്പമാണ്. ഫിഫ്ത്തും നല്ല എളുപ്പമാണ്. അങ്ങനെ പാടായിട്ടുള്ളതൊന്നുമില്ല. പഠിച്ചത് അങ്ങനെ ഡയറക്റ്റായിട്ടൊക്കെ ചോദിക്കാറുണ്ട്, ഈസി ആയിട്ട് നമുക്ക്. പക്ഷേ മിക്കപ്പോഴും മോമിൽ നമുക്ക് പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ചാൽ ടൈം തികയത്തില്ല. നിങ്ങൾ ക്യാം ഇപ്പോൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കി സെറ്റാക്കിക്കൊണ്ട് പോകും. പക്ഷേ നിങ്ങളത് വരച്ച് നോക്കത്തില്ല. ഒരു കണക്ക് ചിലപ്പോൾ 1-2 കണക്ക് നിങ്ങൾ ചെയ്ത് നോക്കിയേക്കാം, പക്ഷേ അതിനുശേഷം വരച്ച് നോക്കത്തില്ല. പക്ഷെ വരച്ച് നോക്കി കഴിയുമ്പോഴേ നിങ്ങൾക്ക് ആ ടൈം മാനേജ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതും കൂടെ പറയാം. ഫസ്റ്റ് മോഡ്യൂളിൽ നിന്ന് വന്നിട്ട് നമുക്ക് എന്നാ ചോദിക്കുന്നതെന്ന് വെച്ചാൽ 2 എണ്ണം പഠിക്കാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഗ്രാഫിക്കൽ മെത്തേഡും ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ മെത്തേഡും. സംഭവം ഒന്നെങ്കിൽ സ്ലൈഡർ ക്രാങ്ക് തരും, അല്ലെങ്കിൽ 4 ബാർ തരും. എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഇത് ലിങ്ക്, ഈ പോയിന്റിൽ നിന്ന് വരുന്നത് വെലോസിറ്റി. അത് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ഓരോ ടോപ്പിക്കിലും പറഞ്ഞുതരാം കേട്ടോ. അപ്പം ഇതിൻ്റെ അകത്ത് വന്നിട്ട് ഇന്ന പോയിന്റിലെ വെലോസിറ്റി എത്ര, ഇന്ന പോയിന്റിലെ ഇന്ന ലിങ്കിൻ്റെ ഒമേഗ എത്ര എന്ന് പറഞ്ഞായിരിക്കും ചോദ്യം ചോദിക്കുന്നത്. ഇത് വളരെ എളുപ്പമാണ് ചെയ്യാനായിട്ട്. ഇത് 2 രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്ന് ഗ്രാഫിക്കൽ മെത്തേഡ്, പാരലിനെടുത്ത് വരച്ച് അങ്ങനെ ഗ്രാഫിക്കൽ മെത്തേഡിലും കണ്ടുപിടിക്കാം. ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ മെത്തേഡ്, അത് ജസ്റ്റ് ഇക്വേഷൻ കൊടുത്ത് തന്നെ ഇങ്ങനെ കൊടുത്താൽ അത് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് ഈ 2 മെത്തേഡ്, ഗ്രാഫിക്കൽ മെത്തേഡും ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ മെത്തേഡും. ഇത് 2 എണ്ണം ആണ് നമുക്ക് ഫസ്റ്റ് മോഡ്യൂളിൽ നിന്ന് പഠിക്കാനുള്ളത്. പിന്നെ ഡിഗ്രി ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കുന്നത്. ഡിഗ്രി ഓഫ് ഫ്രീഡം, ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ, ഗ്രാഫിക്കൽ മെത്തേഡ് ഫോർ ഫൈൻഡിങ് വെലോസിറ്റി ആൻഡ് ഒമേഗ. വെലോസിറ്റി എന്ന് പറയുന്നത് ലീനിയർ വെലോസിറ്റി, ഒമേഗ എന്ന് പറയുന്നത് ആംഗുലർ വെലോസിറ്റി. ഓക്കെ, അതാണ് ഫസ്റ്റ് മോഡ്യൂൾ. ഫസ്റ്റ് മോഡ്യൂൾ ടഫൊന്നും അല്ല, പക്ഷേ ചില സമയത്ത് ഒരു വല്ലാത്ത രീതിയിലൊക്കെ ചിലപ്പോൾ ചോദിച്ചേക്കും. അപ്പം നമുക്ക് എന്നാ പറയുന്നത്, സോൾവ് ചെയ്യാൻ ചിലപ്പോൾ ഒരു ഇത് വന്നേക്കാം. പിന്നെ ഫസ്റ്റ് മോഡ്യൂളിൽ തിയറി ആയിട്ടൊരു കാര്യം പറയണം. സെക്കൻഡ് മോഡ്യൂളിൽ കോറിയോളിസ് ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് മോഡ്യൂളിൽ നിന്ന് എനിക്കൊരു കാര്യം കൂടെ പറയണം. ഒരു 3 സെറ്റ് കോമ്പോസിഷൻ ക്വസ്റ്റ്യൻ പോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് ഇൻവെർഷൻസ് ഓഫ് സ്ലൈഡർ ക്രാങ്ക്, ഇൻവെർഷൻസ് ഓഫ് 4 ബാർ, ഇൻവെർഷൻസ് ഓഫ് ഡബിൾ ക്രാങ്ക് ആണെന്ന് തോന്നുന്നു. എനിവേ ഞാൻ ആ മോഡ്യൂൾ പഠിപ്പിക്കാൻ നേരത്ത് ഞാനത് ക്ലിയർ ആയിട്ട് എടുത്തെടുത്ത് ക്ലീനാക്കി പറഞ്ഞുതരാം.
അപ്പം ഇൻവെർഷൻ എങ്ങനെ ഒരു 3 സെറ്റ്, ഇതൊരു സെറ്റ് ഇൻവെർഷൻസ് ഓഫ് സ്ലൈഡർ ക്രാങ്ക് ചോദിക്കാം, ഇൻവെർഷൻസ് ഓഫ് 4 ബാർ ചോദിക്കാം. അതെന്താ സംഭവം എന്ന് വെച്ചാൽ അത് ഒരുപാടുണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ അതിൻ്റെ കണ്ടീഷൻസ് എഴുതുക. കണ്ടീഷൻ എഴുതിയതിന് ശേഷം കുറേ പടമുണ്ട്, ആ പടവും കൂടെ വരച്ച് വെച്ച് ഇന്നതാണ് അതിൻ്റെ ഇൻവെർഷൻസ് എന്ന് പറഞ്ഞ് കൊടുക്കുക. ഇതൊക്കെ 10 മാർക്കിന് ചോദിക്കുന്ന. ഒന്നെങ്കിൽ ഇതിൻ്റെ ഈ ഇൻസിഡൻറ്റ് സെൻറ്റർ കണ്ടുപിടിക്കുക, ഗ്രാഫിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞ് നമുക്ക് ഒന്നെങ്കിൽ ചിലപ്പോൾ ഒരു കണക്ക് ചോദിച്ചേക്കാം. അല്ലെങ്കിൽ ഇത് ഒറ്റ ഒരു സെൻറ്റൻസ് ഫൈൻ ഡ്രോ ദി ഇൻവെർഷൻസ് ഓഫ് സ്ലൈഡർ ക്രാങ്ക് അല്ലെങ്കിൽ 4 ബാർ. 4 ബാർ ആണ് മിക്കപ്പോഴും ചോദിക്കുന്നത്. ഇപ്പോൾ ഒരു 3 തവണയെങ്കിലും ഇപ്പോൾ ചോദിച്ചു. കഴിഞ്ഞ തവണത്തിന് ചോദിച്ചായിരുന്നു 4 ബാർ എന്ന് പറഞ്ഞ്. ഡ്രോ സ്കെച്ച് ദ ഇൻവെർഷൻസ് ഓഫ് 4 ബാർ മെക്കാനിസം എന്ന് പറഞ്ഞ് ചോദിച്ചേക്കാം. അപ്പം ഫസ്റ്റ് മോഡ്യൂളിൽ ഇത്രേ ഉള്ളൂ. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് പറയാം. നമുക്ക് മോമിൽ 5 മോഡ്യൂളിൽ പഠിക്കാനുള്ളതിനകത്ത് 5ാമത്തെ മോഡ്യൂളിൽ നമുക്ക് റൊട്ടേറ്റിംഗ് മാസും ഉണ്ട്, റെസിപ്രോക്കേറ്റിംഗ് മാസും ഉണ്ട്. റൊട്ടേറ്റിംഗ് മാസ് ഭയങ്കര എളുപ്പമാണ്. 4th മോഡ്യൂളിൽ സ്ലൈഡർ ക്രാങ്കിൻ്റെ അകത്ത് വന്നിട്ട് സ്ലൈഡർ ക്രാങ്കും ഉണ്ട്, അതുപോലെ തന്നെ ഗൈറോസ്കോപ്പും ഉണ്ട്. ഇതിൻ്റെ അകത്ത് ടോർക്ക് കണ്ടുപിടിക്കുന്നതാണ് ചോദ്യം. ടോർക്ക് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞിട്ട് ഒന്നെങ്കിൽ സ്ലൈഡർ ക്രാങ്ക് തരും അല്ലെങ്കിൽ 4 ബാർ തരും. ഈസിയാണിത്, വളരെ ഈസിയാണ്. കാരണം ഒരേ ക്വസ്റ്റ്യൻ തന്നെയാണ് കഴിഞ്ഞ 5 തവണയും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഗൈറോസ്കോപ്പിൻ്റെ ചോദ്യം. ഗൈറോസ്കോപ്പ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് പ്ലെയിന് വരും, ഷിപ്പ് വരും, പിന്നെ 2 വീലർ വരും, 4 വീലറും വരും. ഓക്കെ, അപ്പം അതിൻ്റെ എല്ലാത്തിൻ്റെയും കോൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് ആ കണക്കിൽ ആ കോൺസെപ്റ്റ് വെച്ച് നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിതിൻ്റെ ഇത് സോൾവ് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ. പിന്നെ തേർഡ് മോഡ്യൂൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഗിയർ ചോദിക്കും, ഗിയർ ട്രെയിൻ ചോദിച്ചേക്കാം. ഈ 2 ഏതാണെങ്കിലും ചിലപ്പോൾ ചോദിച്ചേക്കാം ഓറായിട്ട്. മറ്റേ പാർട്ട് ബി ഓർ എന്ന് പറയുന്നത് സിന്തസിസ് ആണ്. 2 പോയിന്റ് 3 പോയിന്റ് എന്ന് പറഞ്ഞ് സിന്തസിസ് ചോദിച്ചേക്കാം. സെക്കൻഡ് മോഡ്യൂൾ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് മിക്കപ്പോഴും ഷുവറായിട്ട് ക്യാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഷുവറായിട്ടും കാണും. അപ്പോൾ അത് വരയ്ക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് മോഡ്യൂൾ നമുക്ക് ഇത് ചെയ്യാം. അതിനൊപ്പം തന്നെ കോറിയോളിസ് കമ്പോണന്റ് ഓഫ് അക്സലറേഷൻ. ക്യാം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഈ കോറിയോളിസ് കമ്പോണന്റ് ഓഫ് അക്സലറേഷൻ. അതിൻ്റെ ഡെഫിനേഷൻ ചെറുതായിട്ട് ചോദിച്ചേക്കാം, അത് ഒക്യൂർ ആകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചേക്കാം, ഡെറിവേഷൻ ചെറുതായിട്ട് ചോദിച്ചേക്കാം, പിന്നെ ഡയറക്ഷൻ മാഗ്നിറ്റ്യൂഡ്. ഈ ഒരു 5 ഐറ്റം ചിലപ്പോൾ ചോദിച്ചേക്കാം ഇതിൻ്റെ അകത്ത് നിന്ന്. ഇത് ജസ്റ്റ് കുറച്ചേ ഉള്ളൂ, മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഒരു ചെറിയ ഡെറിവേഷനൊക്കെ വെറും സിമ്പിളാണിത്, പറഞ്ഞുതരാം. ക്യാം എങ്ങനെയാണ് ഷുവറാണ്. പ്രോബ്ലം എന്ന് പറയുമ്പോൾ ക്യാം ആണ്, അത് പഠിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് മോഡ്യൂളാക്കി. ഫസ്റ്റ് മോഡ്യൂൾ എന്ന് പറയുമ്പോൾ ഇൻസിഡൻറ്റ് സെൻറ്റർ മെത്തേഡ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഗ്രാഫിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് വെലോസിറ്റി അല്ലെങ്കിൽ ഒമേഗ കണ്ടുപിടിക്കുക. എന്തിൻ്റെയാണ്? സ്ലൈഡർ ക്രാങ്ക് തരും അല്ലെങ്കിൽ ഒരു 4 ബാർ തരും. അതാണ് ഒരു സെറ്റ്. ഓക്കെ, പിന്നെ ഡിഗ്രി ഓഫ് ഫ്രീഡം, അത് ചിലപ്പം പാർട്ട് ചെയ്യുന്നൊക്കെ ചോദിക്കുന്നത്. പക്ഷേ ഏതായാലും ഇതിൻ്റെ ഒരു ചെറിയൊരു ചോദ്യം പ്രതീക്ഷിക്കാം. അതാണ് അങ്ങനെ എഴുതിയത്. പിന്നെ ഇതല്ലാതെ ചോദിക്കണമെങ്കിൽ ചിലപ്പം മറ്റേ വെലോസിറ്റി പിന്നെ ആംഗുലർ അക്സലറേഷൻ അതൊക്കെ ചിലപ്പോൾ ചോദിക്കാം. അതാണ് ഇതിൻ്റെ പാർട്ട് ബി ഓറായിട്ടൊക്കെ വരുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓടിച്ചുവിട്ടൊരു കോൺസെപ്റ്റ് പറയാം. മോമിൻ്റെ അകത്ത് 5 മോഡ്യൂൾ ഉണ്ടല്ലോ. 5 മോഡ്യൂളിനകത്ത് 5ാമത്തെ മോഡ്യൂളിൽ നിന്ന് വന്നിട്ട് നമുക്ക് റൊട്ടേറ്റിംഗ് മാസ് അല്ലെങ്കിൽ റെസിപ്രോക്കേറ്റിംഗ് മാസ് ഈ 2 ടോപ്പിക്കിൽ നിന്ന് പാർട്ട് ബിക്കകത്ത് ഓറ് ചോദിക്കത്തുള്ളൂ. അപ്പോൾ അതിനകത്ത് റൊട്ടേറ്റിംഗ് മാസ് ഫോക്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഓക്കെ. 4th മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ലൈഡർ ക്രാങ്ക് അല്ലെങ്കിൽ 4 ബാർ തരും. എന്നിട്ട് അതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് ടോർക്ക് ഉണ്ടെന്ന് പറയും. എന്നിട്ട് ഫോഴ്സ് നമുക്ക് തന്നിരിക്കും. അപ്പോൾ നമ്മൾ ടോർക്ക് കണ്ടുപിടിക്കാനാണ് നമുക്ക് ചോദ്യം വരുന്നത്. അതാണ് 4th മോഡ്യൂൾ. ഓക്കെ, പിന്നെ അതിൻ്റെ പാർട്ട് ഓറായിട്ട് വരുന്നത് ഗൈറോസ്കോപ്പാണ്. ഗൈറോസ്കോപ്പ് എന്ന് പറയുമ്പം അതിൻ്റെ അകത്ത് പ്ലെയിന്, ഷിപ്പ്, 2 വീലർ, 4 വീലർ, അപ്പോൾ അതിൻ്റെയൊക്കെ 4 കോൺസെപ്റ്റ് മനസ്സിലാക്കി വെച്ചിട്ട് അത് വെച്ചിട്ട് കണക്ക് ചെയ്യുന്നതാണ് ഗൈറോസ്കോപ്പ്. എളുപ്പം ഇതാണ്, ഷുവറായിട്ട് ഒരേ ക്വസ്റ്റ്യൻ തന്നെയാണ് കഴിഞ്ഞ തവണ എല്ലാം ചോദിച്ചിരിക്കുന്നത്, സിമ്പിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. തേർഡ് മോഡ്യൂളിനകത്ത് ഗിയറിൽ നിന്നും ചോദിക്കാം, ഗിയർ ട്രെയിനിൽ നിന്നും ചോദിക്കാം. ഗിയർ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ അകത്ത് LAC, LPC, CR, അപ്പോൾ വേറെ ഇക്വേഷൻസ് മാത്രം ഇട്ട് കൊടുത്ത് കണ്ടുപിടിക്കുന്ന ഒരു സാധനമാണ് ഇത്. അതിൽ നിന്നുള്ള പ്രോബ്ലം വന്നാലും സിമ്പിളായിട്ട് ചെയ്യാം. കുറച്ചും കൂടെ എളുപ്പമാണ് ഗിയർ ട്രെയിൻ. ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് ഈ ഗിയർ ട്രെയിൻ എന്ന് പറഞ്ഞാൽ മിക്കപ്പോഴും ഒരു എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ ആയിരിക്കും തരുന്നത്. തന്നിട്ട് അതിന് ഇന്നത് ഇത്ര സ്പീഡ് റൊട്ടേറ്റ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ അകത്ത് മെഷീൻ ഇരിക്കുന്നതുകൊണ്ട് ബാക്കി ഇന്ന ഗിയർ എത്ര സ്പീഡിൽ പോകും എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഇത്. കണ്ടോ, ഇപ്പോൾ ഇതിപ്പോൾ ഇന്നതിലെ കറങ്ങുവാണെങ്കിൽ C എന്നുള്ളത് ഏത് സ്പീഡിൽ കറങ്ങി ഏത് ഡയറക്ഷനിൽ കറങ്ങും എന്നുള്ള ചോദ്യമാണ് ഇതിൽ നിന്ന് വരുന്നത്. ഇതിൻ്റെ പാർട്ട് ബി ഓർ എന്ന് പറഞ്ഞാൽ സിന്തസിസ് ആണ്. സിന്തസിസ് 2 പോയിന്റ് 3 പോയിന്റ് സിന്തസിസ് അങ്ങനെ പറഞ്ഞു വരും.
അപ്പം ഇത് എളുപ്പമാണ്. നമുക്കിതാണ് ഞാൻ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. പിന്നെ സെക്കൻഡ് മോഡ്യൂൾ എന്ന് പറയുമ്പം നമുക്ക് അതിൻ്റെ തിയറി പാർട്ടായിട്ട് പറയുകയാണെങ്കിൽ കോറിയോളിസ് കമ്പോണൻ്റ് ഓഫ് അസലറേഷൻ്റെ ഒരു തിയറി പാർട്ട് നമ്മൾ ഒന്ന് ക്ലിയർ ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. മിക്കപ്പോഴും ചോദിക്കാറുണ്ട്, 3 മാർക്കിനും ചോദിക്കാറുണ്ട്, അല്ലാതെ പാർട്ട് ബിയിലും ചോദിക്കാറുണ്ട്. ചോദിക്കുവാണെങ്കിൽ ഡെഫിനിഷൻ ചോദിക്കും, അതെങ്ങനെ ഒക്കെയർ ആകുമെന്ന് ചോദിക്കും, അതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കുന്നതെന്ന് ചോദിക്കും, മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് ചോദിക്കും. പിന്നെ ചിലപ്പോൾ കൂടിപ്പോയി ചോദിച്ചാൽ ഇതിൻ്റെ ഒരു ഡെറിവേഷൻ കൂടെ ചിലപ്പോൾ ചോദിച്ചിരിക്കും. ഡെറിവേഷനൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ, ഒരു 4 സെൻറ്റൻസ് 5 സെൻറ്റൻസിനുള്ള ഡെറിവേഷനേ ഉള്ളൂ. അപ്പം അതാണ് ഇതിൻ്റെ ഒരു തിയറി പാർട്ട്. പ്രോബ്ലമാറ്റിക് പാർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ക്യാം, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സെക്കൻഡ് മോഡലിൽ നിന്ന് ക്യാം പഠിക്കണം. പക്ഷേ ക്യാം പഠിക്കുന്നത് വളരെ സ്പീഡിൽ ചെയ്താൽ മതി. നമ്മളെല്ലാം മനസ്സിലാക്കി വെച്ചിട്ട് പോകും, പക്ഷെ അവിടെ പോയിട്ട് നമ്മൾ സ്കെയിലൊക്കെ എടുക്കുമ്പോഴായിരിക്കും നമുക്ക് തെറ്റുന്നത്. അപ്പം ഒന്ന് മനസ്സിലാക്കി ഒരു 4 ക്യാം വരച്ച് പഠിക്കുവാണെങ്കിൽ തന്നെ നമുക്കൊരു ടൈമും കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യും. അത് ഞാൻ പറഞ്ഞുതരാം ആ ടോപ്പിക്കിലേക്ക് പോകുമ്പോൾ. ഫസ്റ്റ് മോഡ്യൂളിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് പ്രോബ്ലം വൈസ് നമുക്ക് വെലോസിറ്റി അല്ലെങ്കിൽ ഒമേഗ കണ്ടുപിടിക്കാനാണ് ചോദ്യം വരുന്നത്. ഗ്രാഫിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് സെൻട്രൽ മെത്തേഡ് ഉപയോഗിച്ച്, ഈ 2 മെത്തേഡ് ഉപയോഗിച്ച് ഏതെങ്കിലും നമ്മൾ വെലോസിറ്റി അല്ലെങ്കിൽ ഒമേഗ കണ്ടുപിടിക്കണം. അതാണ് മോഡ്യൂൾ 1 നിന്ന് ചോദിക്കുന്നത്. തിയറി പാർട്ടായിട്ട് ഇപ്പോൾ ഇവിടെ കോറിയോളിസ് പറഞ്ഞ പോലെ ഇവിടെ പറയുവാണെങ്കിൽ ഇൻവെർഷൻസ് ഓഫ് സ്ലൈഡർ ടാങ്ക് ചോദിക്കാം, ഇൻവെർഷൻസ് ഓഫ് 4 ബാർ ചോദിക്കാം, വേറെ ഒരെണ്ണം കൂടെ ഉണ്ട്, ഡബിൾ റോക്കർ എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോഴത്തേക്കും അതും ചിലപ്പോൾ ചോദിക്കാം. മിക്കപ്പോഴും ചോദിച്ചിട്ടുള്ളത് 4 ബാർ മെക്കാനിസമാണ്. 4 ബാർ അല്ലെങ്കിൽ സ്ലൈഡർ ടാങ്ക് മാത്രമേ ഇത്രയും തവണ ചോദിച്ചിട്ടുള്ളൂ. 4 ബാർ ഇപ്പം തന്നെ 3 തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പം തിയറി പാർട്ടായിട്ട് വലിയൊരു പാർട്ട് പറയുകയാണെങ്കിൽ ഇൻവെർഷൻസ് നോക്കാം. 10 മാർക്കിനാണ് ഇത് ചോദിക്കുന്നത്. പിന്നെ കണക്കാണെങ്കിൽ വെലോസിറ്റി അല്ലെങ്കിൽ ഒമേഗ കണ്ടുപിടിക്കാൻ 2 മെത്തേഡാണ്, ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ ഉപയോഗിച്ച്, ഗ്രാഫിക്കൽ മെത്തേഡ് ഉപയോഗിച്ച്. അങ്ങനെയാണ് ഇത്. അപ്പോൾ 5 മോഡ്യൂളിൻ്റെ അകത്ത് നമ്മൾ സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് നല്ല എളുപ്പമാണ്. സെക്കൻഡ്, ഫോർത്തും വളരെ എളുപ്പമാണ്. തേർഡ്, ഫിഫ്ത്തും കുറച്ചൊന്ന് മനസ്സിലാക്കിയാൽ മതി, അതും എളുപ്പമാണ്. ഫസ്റ്റ് മോഡ്യൂളും നോക്കാനുള്ളതേ ഉള്ളൂ. അപ്പം ഇതും പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് ഞാൻ അനലൈസ് ചെയ്ത് കണ്ടുപിടിച്ച് കുറച്ച് PYQ തിയറി ക്വസ്റ്റ്യൻസും കൂടെ ഉണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് നോക്കി വെച്ചിട്ട് അതുമാത്രം സെറ്റാക്കിക്കൊണ്ട് പോയാൽ തന്നെ എക്സാമിന് ജയിക്കാനുള്ളതാകും. ഓക്കെ, അത്രേ ഉള്ളൂ ഈ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ. മോമോ വളരെ എളുപ്പമാണ്. മെയിനായിട്ട് സെക്കൻഡ് മോഡ്യൂളും ഫോർത്ത് മോഡ്യൂൾ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് തിരിച്ച് റിപ്പീറ്റ് ആയിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സെക്കൻഡ് മോഡ്യൂളിൻ്റെ അകത്ത് ക്യാം, ഇത് ജസ്റ്റ് നോക്കിയാൽ പോരാ, ഒരു 4 ക്യാം ഉണ്ട്. അതായത് ജസ്റ്റ് പറയാം, അതായത് ഇപ്പം നൈഫ് എഡ്ജ് റോളറും ഇത് തന്നെയാണ് എപ്പോഴും മാറി ചോദിക്കുന്നത്. അപ്പം നൈഫ് എഡ്ജിൻ്റെ ഓഫ്സെറ്റ് ഉള്ളതും ഓഫ്സെറ്റ് ഇല്ലാത്തതും, പിന്നെ റോളറിൻ്റെ ഓഫ്സെറ്റ് ഉള്ളതും ഓഫ്സെറ്റ് ഇല്ലാത്തതും, അങ്ങനെ ഈ 4 ക്യാം വരയ്ക്കാൻ പഠിച്ചാൽ തന്നെ ക്യാമിൻ്റെ ഇത് സെറ്റാണ്. വരയ്ക്കാൻ പഠിച്ചാൽ നിങ്ങൾ വരച്ച് തന്നെ നോക്കണം. ഒരു 2 മണിക്കൂർ കുത്തിയിരുന്നിട്ട് ഈ 4 എണ്ണവും കൂടെ വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ക്യാം എന്ന് പറഞ്ഞ സംഭവം സെറ്റാവും. നിങ്ങൾ പരീക്ഷയ്ക്ക് വരയ്ക്കാൻ നേരത്ത് ഒരു ഡൗട്ടും ഇല്ലാതെ സ്റ്റക്കും ആകാതെ നിങ്ങൾ പെട്ടെന്ന് വരച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ബാക്കി മോഡ്യൂൾ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബാക്കി മോഡ്യൂളെല്ലാം നിങ്ങൾക്ക് അറിയാമായിരിക്കും, പക്ഷേ സമയം തികയാതെ വരുന്നത് ഏതെങ്കിലും ഒരെണ്ണത്തിൽ സ്റ്റക്കായി നിൽക്കുമ്പോഴാണ്. 3 മണിക്കൂർ പരീക്ഷയാണ്. അതിൻ്റെ അകത്ത് 2.5 മണിക്കൂർ, അതായത് ഒരു മോഡ്യൂൾ അരമണിക്കൂറിൽ നിങ്ങൾ തീർക്കണം. പ്രോബ്ലംസ് അരമണിക്കൂറിൽ നിങ്ങൾ തീർക്കുവാണെങ്കിൽ ബാലൻസ് കിട്ടുന്ന അരമണിക്കൂർ വെച്ചായിരിക്കണം നിങ്ങൾ പാർട്ട് എയ്ക്കകത്തെ ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ മിച്ചമുള്ള തിയറി പാർട്ട് എഴുതേണ്ടതെല്ലാം നിങ്ങൾ തീർക്കേണ്ടത്. 2.5 മണിക്കൂർ കൊണ്ട് 5 മോഡ്യൂളും ക്ലിയർ ആക്കുവാണെങ്കിൽ ബാലൻസ് അരമണിക്കൂർ കൊണ്ട് നിങ്ങൾ തിയറി പാർട്ടായിട്ടുള്ള പാർട്ട് അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കുക. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് കോൺസെപ്റ്റ് ഒന്നും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ എഴുതിയത്. ഓക്കെ, ഫസ്റ്റ് മോഡ്യൂളിൽ നിന്ന് നമുക്ക് വെലോസിറ്റി ഒരു ജോയിൻ്റ്, അതായത് ഇതാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇവിടെ നിന്നായിരിക്കും വെലോസിറ്റി വരുന്നത്, ഇതായിരിക്കും, ഇതിവിടെ V ആയിരിക്കും. ഈ ലിങ്കിൽ കാണുന്നതാണ് എന്തോന്ന് ഒമേഗ. ഇതൊക്കെ ലിങ്ക് ആണല്ലോ, ഓരോ ലിങ്ക് ആണല്ലോ, ലിങ്കിൽ കാണുന്നതാണ് ഒമേഗ. ഈ പോയിന്റിൽ കാണുന്നതാണ് വെലോസിറ്റി. ഇത് ഞാൻ ഇങ്ങനെ പറയാം, പഠിപ്പിക്കാൻ നേരത്തെ ഞാൻ അതിൻ്റെ കാര്യങ്ങൾ പറയാം. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് വെലോസിറ്റി അല്ലെങ്കിൽ ഒമേഗ ABCD ആണെങ്കിൽ നമുക്ക് സിയിലെ വെലോസിറ്റി കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ CDയിലെ ഒമേഗ കണ്ടുപിടിക്കുക. ഇങ്ങനെയൊക്കെ ആയിരിക്കും ചോദ്യം വരുന്നത്. ഓക്കെ, അപ്പം ചോദ്യം ഇതാണ്, ടു ഫൈൻഡ് വെലോസിറ്റി. ഇത് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് ഇട്ടതാണ്. വെലോസിറ്റി ആൻഡ് ഒമേഗ ഓഫ് എ 4 ബാർ മെക്കാനിസം. ഒന്നെങ്കിൽ 4 ബാർ ആയിരിക്കും, അല്ലെങ്കിൽ സ്ലൈഡർ ക്രാങ്ക് ആയിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം യൂസിങ് എന്തോന്ന് ഗ്രാഫിക്കൽ മെത്തേഡും ചോദിക്കാം, ഇൻസ്റ്റന്റേനിയസ് സെൻട്രൽ മെത്തേഡും ചോദിക്കാം. അത് മനസ്സിലായില്ലേ? ശരി, ഇനിയിപ്പോൾ ക്യാം സിന്തസിസ് സെക്കൻഡ് മോഡ്യൂളത്തിൻ്റെ അകത്ത് നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം, അതായത് നമുക്ക് യൂണിഫോം വെലോസിറ്റി
സിമ്പിൾ ഹാർമോണിക് മോഷൻ, യൂണിഫോം അസലറേഷൻ ആൻഡ് റിട്ടാർഡേഷൻ, നാലാമത്തെ സൈക്ലോയിഡൽ മോഷൻ. ഇങ്ങനെ ഈ 4 ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം വരയ്ക്കാൻ പഠിക്കണം. സിമ്പിളാണ്. പിന്നെ ഇത് വരച്ചാലേ നമുക്ക് ഇത് വരച്ചിട്ട് ഇത് വെച്ചിട്ടാണ് നമുക്ക് ക്യാമ് വരയ്ക്കുന്നത്. അപ്പം ക്യാമ് വരയ്ക്കാൻ വേണ്ടിയിട്ട് നൈഫ് എഡ്ജ് ഫോളോവർ ഓഫ്സെറ്റ് ഉള്ളതും ഓഫ്സെറ്റ് ഇല്ലാത്തതും വരച്ച് പഠിക്കുക. അതുപോലെ തന്നെ റോളർ ഉള്ളതും റോളറിൻ്റെ ഓഫ്സെറ്റ് ഉള്ളതും റോളറിൻ്റെ ഓഫ്സെറ്റ് ഇല്ലാത്തതും വരച്ച് പഠിക്കുക. അങ്ങനെ 4 ഈ 4 ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം വരച്ച് പഠിക്കുക. ക്യാമിൻ്റെ ഈ 4 ക്യാമും വരച്ച് പഠിക്കുക. അപ്പം നിങ്ങൾക്ക് സെക്കൻഡ് മോഡ്യൂളിൻ്റെ അകത്ത് ക്യാമ് സെറ്റാകുമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് വരയ്ക്കാൻ എല്ലാവർക്കും അറിയാമായിരിക്കും. പക്ഷേ സമയത്തിനുള്ളിൽ വരയ്ക്കാൻ പഠിക്കണമെങ്കിൽ അത് വരച്ച് തന്നെ പഠിക്കണം. എന്നാലേ ആ സ്കെയിൽ എടുത്ത് പെട്ടെന്ന് കാര്യങ്ങൾ ക്ലിയർ ആക്കി വരച്ച് ചില സമയത്ത് നിങ്ങൾ എടുക്കാൻ നേരത്ത് പിന്നെ പറയുന്നത് അത് കറക്റ്റായിട്ട് എടുക്കണമെങ്കിൽ ഒരു ഐഡിയ വേണം. അത് നിങ്ങൾ വരച്ച് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. സപ്പോസ് ഇപ്പോൾ നിങ്ങൾക്ക് ഐഡിയ ഇല്ലെങ്കിൽ നിങ്ങൾ വരച്ച് വരാൻ നേരത്ത് ചിലപ്പോൾ റോളർ പേപ്പറിന് പുറത്തൊക്കെ ആയിപ്പോൾ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പോൾ പിന്നെ മൊത്തം മായ്ക്കേണ്ടിയൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് അത് വരച്ച് തന്നെ പഠിക്കുക. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്കിത് ടൈമിനുള്ളിൽ തീർക്കാൻ പറ്റത്തുള്ളൂ. ശരി. പിന്നെ ഗിയറിൻ്റെ ദെയർ ആർ എ സെറ്റ് ഓഫ് ഇക്വേഷൻസ്. ഒരു കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്, അത് പഠിക്കുക. എന്നിട്ട് അവരെന്താണോ ചോദിച്ചിരിക്കുന്നത് അതിന് ആ ഇക്വേഷൻ ഇട്ട് കൊടുക്കുക, അപ്ലൈ ചെയ്യുക, അത് ചെയ്യുക. ഇത് എളുപ്പമാണ്. ഗിയർ ട്രെയിൻ, അതായത് ഒരു എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ തരും. ഒരു എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ തന്നിട്ട് അവർ ഒരു ചോദ്യം പറയാം. ഫൈൻഡ് ദ സ്പീഡ് ഓഫ് ഗിയർ ഡി ഇഫ് ഗിയർ എ റൊട്ടേറ്റ്സ് അറ്റ് 300 RPM ക്ലോക്ക് വൈസ് ആൻഡ് വെൻ ദ ആം ഈസ് ഫിക്സഡ്. അങ്ങനെ പറഞ്ഞ് ചിലപ്പോൾ ചോദിക്കാം. അതായത് ഇത് സംഭവം ഇതാണ്, ഇങ്ങനെ ഇരിക്കും. ഓക്കെ, ഇത് എ ബി സി എന്ന് പറഞ്ഞിരിക്കട്ടെ. അപ്പോഴത്തേക്കും ഇപ്പോൾ എ ഇപ്പോൾ ഇത്രയിൽ കറങ്ങുവാണെങ്കിൽ സി എത്രയിൽ കറങ്ങും, അതിൻ്റെ ഡയറക്ഷൻ എന്താണ്? ഇപ്പോൾ എ ഇപ്പോൾ ക്ലോക്ക് വൈസിൽ 300 RPM കറങ്ങി, ഇവിടെയുള്ള ഈ ആം വന്നിട്ട് ഫിക്സഡ് ആണ്. അങ്ങനെയാണെങ്കിൽ സി എത്ര കറങ്ങും? അങ്ങനത്തെ ഒരു കണക്കാണ് ഗിയർ ട്രെയിനിൽ നിന്ന് ചോദിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്കത് മനസ്സിലായെന്ന് തോന്നുന്നു. പിന്നെ ഫോർത്ത് മൊഡ്യൂൾ എന്ന് വെച്ചിട്ട് സ്ലൈഡർ ക്രാങ്ക് അല്ലെങ്കിൽ ഫോർ ബാർ മെക്കാനിസം. അപ്പോൾ അതിൻ്റെ അകത്ത് ടു ഫൈൻഡ് ടോർക്ക് വിത്ത് ആൻ അപ്ലൈഡ് ഫോഴ്സ് വിൽ ബി ഗിവൺ. ഇതാണ് ഒരു സ്ലൈഡർ ക്രാങ്ക്. ഇതിൻ്റെ അകത്ത് ഫോഴ്സ് തന്നിരിക്കും, ഇവിടെ ആയിട്ട് ഫോഴ്സ് ഇങ്ങനെ ആക്ട് ചെയ്യുന്നുണ്ടെന്ന് പറയും. ഇത് ക്രാങ്കാണ്, ഇത് കണക്റ്റിംഗ് റോഡാണ്, ഇതിൻ്റെ ജസ്റ്റ് പേര് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ആയിട്ട് ഒരു ടോർക്ക് ഉണ്ടെന്ന് പറഞ്ഞ് അവരിങ്ങനെ കാണിക്കും. ഇത് ഡയറക്ഷൻ കാണിക്കത്തില്ല, ജസ്റ്റ് ഇങ്ങനെ ഒരു ആർക്ക് പോലെ കട്ട് ചെയ്തിട്ട് ഇവിടെ ഒരു ടോർക്ക് ഉണ്ട്, ഇത് കണ്ടുപിടിക്കുക എന്ന് പറയും. ഇത് ഷുവർ ക്വസ്റ്റ്യൻ സിൻസ് ബിഗിനിങ്. അതെന്നാന്ന് വെച്ചാൽ തുടക്കം മുതൽ ഈ ഒരു ചോദ്യമാണ് അങ്ങനെ ചോദിച്ചിരിക്കുന്നത്. ഇതിനങ്ങനെ പഠിച്ചുകൊണ്ട് പോയാൽ തന്നെ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ മോഡ്യൂളിൽ നിന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ റൊട്ടേറ്റിംഗ് മാസ് ടു ഫൈൻഡ് ബാലൻസിങ് മാസസ് ഇൻ സെയിം അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പ്ലെയിൻ. ഒന്നെങ്കിൽ സെയിം പ്ലെയിൻ തന്നിട്ട് അതിൻ്റെ അകത്ത് ബാലൻസിങ് മാസ് കണ്ടുപിടിക്കാൻ പറയും, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പ്ലെയിനിൽ നിന്ന് തന്നിട്ട് അതിൻ്റെ ബാലൻസിങ് മാസ് കണ്ടുപിടിക്കാൻ പറയും. പിന്നെ ഒരു പക്ഷേ ഇങ്ങനെ ചോദിച്ചേക്കാം, അല്ലെങ്കിൽ ചിലപ്പം ടു ഫൈൻഡ് എ മാസ് ഇഫ് ദ സിസ്റ്റം ഇസ് ബാലൻസ്ഡ് ആണെന്ന് അവർ പറയും, എന്നിട്ട് ഇതിൻ്റെ മാസ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞ് ചിലപ്പോൾ ചോദിച്ചേക്കാം. മനസ്സിലായോ? അപ്പം അങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നത് ഈ മോഡ്യൂൾസിൽ നിന്ന്. അപ്പം ഇത് മാത്രം ഓരോ മോഡ്യൂളിൽ നിന്നും പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഷുവറായിട്ട് നിങ്ങൾക്ക് എക്സാം നല്ല സൂപ്പറായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ട് പറഞ്ഞതാണ്. പിന്നെ ഏതൊരു പരീക്ഷയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. മാത്രമല്ല നിങ്ങൾക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാനും കൂടെ പറ്റും. അപ്പം മോമിൻ്റെ ഇൻട്രഡക്ഷൻ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങളപ്പം ഓരോന്നായിട്ട് ഞാൻ ടോപ്പിക്ക് കവർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.